സ്പർശിച്ചു കൊണ്ടുപോയി, സൗഖ്യം പ്രാപിച്ചു കൊണ്ടുപോയി. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ സ്തോത്രം, വളരെ കുറച്ച് പേരെ ശിഷ്യത്വത്തിലേക്ക് വന്നിട്ടുള്ളൂ, ശിഷ്യരായിട്ടുള്ളൂ. അവരുടെ മേൽ പരിശുദ്ധാത്മാവിനെ നിറച്ചു. അവർ ഭൂമിയുടെ അറ്റത്തോളം സഞ്ചരിച്ചു. ഈ അന്ത്യകാലഘട്ടത്തിലും എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, നമ്മൾ യഥാർത്ഥ ശിഷ്യത്വത്തിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ മാത്രമേ നമ്മുടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് പോലെ യഥാർത്ഥ ഉണർവിനകത്തുനിന്ന് പൊട്ടിപ്പുറപ്പെടത്തുള്ളൂ. നനവെടുത്ത് പിന്നെ അടുപ്പത്ത് വരുന്നു, തീ കൊടുക്കുന്നു, അതിനകത്ത് വെള്ളം ഒഴിക്കും, അത് തിളയ്ക്കും. എന്നതുകൊണ്ട് നമുക്ക് ചോറ് ഉണ്ടാവും? ഇല്ല. അതിനകത്ത് എന്തെണ്ണം? അതാണ് വചനം. ആ വചനം എന്ന അരി അതിനകത്ത് ഇടുമ്പോൾ തീയുണ്ട്, വെള്ളമുണ്ട്, അഭിഷേകമുണ്ട്. അഭിഷേകത്തിൻ്റെ രണ്ട് തലങ്ങളാണ് വെള്ളവും തീയും. ഹല്ലേലൂയ. അതുകൊണ്ട് അതിനകത്ത് വചനം ഇടുമ്പോൾ അത് തിളയ്ക്കും. അത് തിളച്ച് അതിൻ്റെ രൂപവും ഭാവവും എല്ലാം മാറി നമുക്ക് ഭക്ഷ്യയോഗ്യമായി പുറത്തു വരുന്നു. നമ്മുടെ ജീവിതത്തിലെ ബ്ലെസ്സിംഗ് ആയി മാറും. അതാണ് പരിശുദ്ധാത്മാവ് മാത്രം പോരാ, ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടാകണം, രക്ഷ നമുക്കുണ്ടാകണം, സ്നാനം പെടണം. പക്ഷേ വചനം നമ്മുടെ അകത്തുണ്ടാകും.